ഞാൻ പിന്നെ എന്നെ പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. ഷാൻ 2 ദിവസമായി സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ട്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നാട്ടിലാണ്. 2 ദിവസമായി നാട്ടിലേക്ക് വന്നിട്ട്. അപ്പോൾ ഒന്നാമത് കോൾഡും പനിയൊക്കെ പിടിച്ച് അതല്ല, വീട്ടിൽ വൈഫൈ കംപ്ലൈൻറ്റാണ്. മോഡം കംപ്ലൈൻ്റ് ആയിട്ട് 2 ദിവസം ആയി കൊടുത്തിട്ട്. അപ്പോൾ ഒരു ദിവസം കൂടെ കഴിയും വരാൻ. അതാണ് സ്റ്റോറി പെൻഡിങ് ആവുന്നത്. ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ 3-4 മണിക്കൂർ ടൈം ചോദിക്കുന്നു. ഇവിടെ റേഞ്ച് ഭയങ്കര കുറവാണ് എൻ്റെ ഏരിയയിൽ. അതൊരു വലിയൊരിതാണ്. അപ്പോൾ അതുകൊണ്ട് സ്റ്റോറീസ് ഇങ്ങനെ വൈകുന്നു. ഇപ്പോൾ ഇന്ന് ഞാൻ മാക്സിമം 2 സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും എത്രയോ 2-3 മണിക്കൂറായിട്ട് അപ്ലോഡ് തന്നെ ആയത്. അതുകൊണ്ടാണ് സ്റ്റോറീസൊക്കെ പെൻഡിങ് ആവുന്നത്. മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ സ്റ്റോറീസ്. ഇപ്പോൾ നാട്ടിലേക്ക് വന്ന ലീവിന് കുറേ ദിവസം അവിടെ തന്നെ ആയതുകൊണ്ട് ഇപ്പോൾ 2 ദിവസമായിട്ട് നാട്ടിലേക്ക് എത്തിയിട്ടുള്ളൂ. അപ്പോൾ സ്റ്റോറീസൊക്കെ പെൻഡിങ് ആയത് വൈഫൈ, ഞാൻ പറഞ്ഞല്ലോ വൈഫൈ കംപ്ലൈൻ്റായി മോഡം കൊടുത്ത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സ്റ്റോറി ഇങ്ങനെ പെൻഡിങ് ആവുന്നത്. അല്ലാതെ ഒന്നുമല്ല കേട്ടോ. എനിക്ക് എന്ന് അപ്ലോഡ് ചെയ്യുന്നതൊക്കെ നല്ല ആഗ്രഹമുണ്ട്. കുറേ ഇപ്പം 3-4 പാർട്ട് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം 3-4 മണിക്കൂറൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ ചോദിക്കുന്നത്. അതാണ് ഒന്നാമത്തെ റീസണ്. അല്ലാതെ മനഃപൂർവ്വം അല്ല കേട്ടോ. കുറേ പേര് വന്നിട്ട് കുറേ പേര് PM വന്ന് മെസ്സേജ് അയക്കുന്നുണ്ട്. എന്താ സ്റ്റോറി അപ്ലോഡ് ചെയ്യാത്തത്. എൻ്റെ പിന്നെ 2-3 ആൾക്കാർ വന്നിട്ട് പറഞ്ഞു എൻ്റെ അമ്മൂമ്മ ഡെയിലി സ്റ്റോറി കാണുന്നതാണ്. പിന്നെ ഓരോരുത്തരൊന്ന് ചീത്ത വിളിക്കുക. അതാണ് ഏറ്റവും വലിയ രസം. ഭയങ്കര ഇട്ടിട്ട് പിന്നെ എന്താ സ്റ്റോറി നിങ്ങൾക്ക് തോന്നിയത് അപ്ലോഡ് ചെയ്യുന്നത്, ഞങ്ങളുടെ പിന്നെ എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ചോദിച്ചിട്ട് 2-3 പേരിൽ ഏകദേശം മിക്കവർക്കും വന്ന് ചീത്ത വിളിക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ. അങ്ങനെ പിന്നെ അറിയാവുന്നൊരു വേറെ. അങ്ങനെ മനഃപൂർവ്വം കേട്ടോ. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒന്നാമത് പിന്നെ ഹെൽത്തും പനി വരുന്ന ലക്ഷണമുണ്ട്. ജലദോഷം പിടിച്ചിട്ടുണ്ട്. ഇത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. പിന്നെ ഇന്നലെ കുറച്ച് മഴയും കൊണ്ടപ്പോഴേ അങ്ങനെതായി. എന്നാൽ ഞാൻ സ്റ്റോറീസൊക്കെ കറക്റ്റ് അപ്ലോഡ് ചെയ്യാൻ മാക്സിമം ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. ഇതാണ് പ്രശ്നം. 4-5 മണിക്കൂറൊക്കെ പിടിക്കുന്നുണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ തന്നെ. അത് ഞാൻ മാക്സിമം ഞാനിപ്പം അതായത് MB സൈസ് കുറച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. കാരണം വൈഫൈ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് 2 ദിവസം പിടിക്കുന്നതാണ് അവർ പറഞ്ഞത്. അല്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് തന്നെ കുറേ സ്റ്റോറി പെൻഡിങ് ചെയ്യാൻ. അത് പാട്ടുകൾ മഞ്ഞുപോലെ 2, ചെകുത്താൻ പ്രണയം, വീരം, പിന്നെ പുതിയ വന്ന സ്റ്റോറി താലിബന്ധനം, ഇതൊക്കെ അടിപൊളി എപ്പിസോഡാണ് ഈ വരുന്നത്. ഒരു രക്ഷയില്ലാത്ത എപ്പിസോഡാണ്. മഞ്ഞുപോലെ 2 ആയാലും ചെകുത്താൻ പ്രണയം ഇതിനെക്കാട്ടും കിടിലനാണ്. പിന്നെ അതുപോലെ വീരം ഏകദേശം കഴിയാറായി എൻ്റെ ഒരു തോന്നുന്നു. കാരണം അത് അത്യാവശ്യം മില്ലടിച്ച സ്റ്റോറിയാണ്. അപ്പം അത് കുറേ ചെറിയ പാട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അടിപൊളി കഥയാണ്. പിന്നെ അവിടെ താലിബന്ധനം ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. അതും കുഴപ്പമില്ല, നല്ല സ്റ്റോറിയാണ്. പക്ഷേ ഇതൊക്കെ എനിക്ക് ഇപ്പം വീട്ടിലായതുകൊണ്ട് ചെയ്യാൻ വൈഫൈൻ്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചെറുതായിട്ട് ജലദോഷം പിടിച്ചിരുന്നാൽ ചെറിയ മഴയുണ്ട്. പിന്നെ ചെറുതായി പനി വരുന്ന ലക്ഷണമുണ്ട്. ഇതൊക്കെ കൊണ്ടാണ്. പക്ഷെ ഞാൻ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും. ഇനി എന്നെക്കൊണ്ട് ഡബ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ട് ഞാൻ നിങ്ങളിലേക്ക് മാക്സിമം എത്തിച്ചിരിക്കും. ചെറുതായിട്ടല്ല, നല്ലതായിട്ടുണ്ട് ജലദോഷം. അത് ചെറുതായിട്ട് മഴ കൊണ്ട് അതിൻ്റെയൊക്കെ തന്നെ 2 ദിവസമായിട്ട് വീട്ടിലെത്തിയിട്ട്. അപ്പം ഈ ഒരു പ്രശ്നം കൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ എന്നെക്കൊണ്ട് പറ്റാത്തത്. എന്നാലും മാക്സിമം ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ലൈവിൽ വരാത്തതും നേരവണ്ണം പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതൊക്കെ വീട്ടിലായതുകൊണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് സഹകരിക്കാം. കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് പോലും എനിക്കറിയില്ല സത്യമായിട്ട്. കാരണം നമ്മൾ കുറച്ച് പേരെങ്കിലും അറിയും. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ കുറച്ച് പേരെങ്കിലും ഒന്ന് അറിയുന്നുണ്ടെന്ന് എനിക്കൊരു സന്തോഷമുണ്ട്. കുറേ പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇപ്പം മുത്തശ്ശികളായാലും 2 മുത്തശ്ശിയൊക്കെ വന്നിട്ട് PM വന്ന് മെസ്സേജ് അയക്കും. എന്താ മോനെ കഥയിടാത്തത്, ഞങ്ങൾ കഥ സ്ഥിരം കേൾക്കാറുണ്ട്, നല്ല ശബ്ദം മോൻ്റെ. ഞാൻ എന്നെ പൊക്കി പറയുന്നല്ല കേട്ടോ. പക്ഷെ അവരുടെയൊക്കെ ആ ഒരു നമ്മളോടുള്ള ആ ഒരു സ്നേഹവും ഇഷ്ടമൊക്കെ കാണുമ്പോണ്ടല്ലോ, നമുക്കതൊക്കെ മതി ജീവിതത്തിൽ. ഒരു കുറച്ച് പേര് ഒന്ന് അറിയണ്ടല്ലോ, അത് തന്നെ ധാരാളം. പിന്നെ കുറേ പേര് കലിപ്പിടുന്നുണ്ട്. കുറേ പേര് ഒന്ന് ചൂടാവുന്നുണ്ട്. എന്താ സ്റ്റോറി ഇടാത്തത്, ഞങ്ങൾ എത്ര ദിവസമായി കാത്തിരിക്കുന്നു. ഇതൊക്കെ തന്നെ ആ സംഭവം. ഒന്ന് സഹകരിക്കുക. ഞാൻ മാക്സിമം സ്റ്റോറി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ. എന്താ പറയുക,
ആഗ്രഹമുണ്ട് നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ സ്ഥിരം എന്നും സ്റ്റോറി എത്തിക്കാനും, പക്ഷേ പറ്റുന്നില്ല. അതാണ്. എന്തായാലും ഞാൻ മാക്സിമം സ്റ്റോറി അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഓക്കെ.